പിശാചിന് ഇഷ്ടമല്ല. വിശുദ്ധ പ്രവാചകന്മാരാൽ അരുളപ്പാട് കൊടുത്ത ബൈബിളില് ഞാൻ പറഞ്ഞല്ലോ 7000 പ്രോമിസ വിശുദ്ധ തിരുവചനത്തിൽ 31,171 വാക്യങ്ങളിൽ 1000 പ്രവചനങ്ങളുണ്ട്. മുമ്പോട്ട് ഞാൻ പ്രവചനം പഠിപ്പിക്കാൻ പോവുക. ദാനിയേൽ അടുത്ത പ്രവചനം പഠിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രവചനങ്ങൾ നിവർത്തിയാകുന്നത് വരെ സ്വർഗം അവനെ താഴോട്ട് വിടത്തില്ല. അതുകൊണ്ടല്ലയോ കാൽവരിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എൻ്റെ യേശു മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവൻ 40 ദിവസം തന്നെ കുഞ്ഞുങ്ങളോട് പാർത്തു. ശിഷ്യന്മാരെ അനുഗമിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം കർത്താവിന്റെ വരവ്. അപ്പോൾ യേശു ഉയരത്തിലേക്ക് പോയി കണ്ണ് വയ്ക്കുന്ന വേഗത്തിൽ. അതുകൊണ്ടല്ലേ നമ്മൾ പാടുന്നത്, ബഹുമാന്യനാം ആചാര്യരായി വാനിൽ അവൻ വാഴുകയാൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാ അപ്പോസ്തല പ്രവൃത്തികളിൽ പത്രോസ്ലീഹായോടുള്ള ബന്ധത്തിലാ പറയുന്നത്, തന്റെ വിശുദ്ധ പ്രവാചകന്മാരാൽ അരുളപ്പാട് കൊടുത്ത പ്രവചനങ്ങൾ നിവർത്തിയാകുന്നത് വരെ യേശുവിന് സ്വർഗം കൈക്കൊള്ളു. പിതാവ് ആജ്ഞാപിക്കുമ്പോൾ അവൻ വരും തൻ്റെ ചുടുനിണത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയെ ചേർക്കുവാൻ. തൻ്റെ ചുടുനിണത്താൽ പിതാവ് അരുളപ്പാട് കൊടുക്കും. പുത്രനോട് പറയും എവിടത്തേക്ക് പോകുവാൻ? തൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ടുവരുവാൻ. അപ്പോൾ യേശു എപ്പോൾ മടങ്ങി വരും? പള്ളിയിൽ അച്ഛൻ പറഞ്ഞാൽ യേശു വരുമോ? ഞാൻ പറഞ്ഞാൽ യേശു വരുമോ? TPMലെ പാസ്റ്റർ പറഞ്ഞാൽ വരുമോ? പോപ്പ് പറഞ്ഞാൽ യേശു വരുമോ? ഇല്ല. പിതാവ് അനുവദിക്കുമ്പോൾ യേശു വരും. 2, വീടിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ യേശു വരും. ജാതികളുടെ പൂർണ്ണസംഖ്യ തികയും ഇസ്രായേൽ അംശമായ കാഠിന്യം യേശു വരും. 4, ഈ പുസ്തകത്തിൽ വിശുദ്ധ പ്രവാചകന്മാരാൽ അരുളപ്പാട് കൊടുത്ത് അരുളപ്പാട് തികയുമ്പോൾ യേശു മടങ്ങി വരും. അടുത്ത വാക്യം ഇനി ഇപ്പോഴത്തെ സംഭവമായിട്ടൊന്ന് കമ്പയർ ചെയ്യണമല്ലോ. യേശു എപ്പോൾ വരും? അത് ഈറ്റുനോവിന്റെ ആരംഭം. വായിക്കാം ജോസഫ് ബ്രദറെ, മത്തായി സുവിശേഷം 24 അതിന്റെ 7-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 24 അതിന്റെ 7-ാമത്തെ വാക്യം. യേശു എപ്പോൾ മടങ്ങി വരും? എന്നാൽ അത് അവസാനമല്ല. ഇതൊക്കെ അവസാനമല്ല. ജാതി ജാതിയോടും. അവിടെ നിൽക്കട്ടെ. ഈ പ്രഭാഷണം കേൾക്കുന്നവരെല്ലാം പഠിക്കാൻ പേനയായിട്ട് നിൽക്കണം. ജാതി ജാതിയോടും. എന്താ ജാതി ജാതിയോട്? ലോകത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മതസംഘടനയായിരുന്നു ഇസ്ലാം. താലിബാൻ ഇന്ന് പിടിച്ചടക്കിയപ്പോൾ അഫ്ഗാനിസ്ഥാനത്തിൽ സംശുദ്ധ ഭരണം അവരുടെ മതഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾ കണ്ടു, ഷിയ മസ്ജിദിനകത്ത് സ്ഫോടനം. 2 പേരുടെ കയ്യിലിരിക്കുന്നതും ഒരു മതഗ്രന്ഥം. കണ്ടോ? ജാതി ജാതിയോടും. കമ്മ്യൂണൽ ക്ലാഷ്. കേരളം കണ്ടില്ലേ? ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ്. ഒരു കാലത്ത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മുഹമ്മദും തോമസ് കുട്ടിയും രാധാകൃഷ്ണനും ഒരേ ബെഞ്ചിലിരുന്ന് നോട്ട് എഴുതിയെടുത്തു, ഒരേ പാത്രത്തിൽ ആഹാരം കഴിച്ചു. ആ കാലം മാറി. ഇന്ന് നാം പാർക്കുന്ന കൊച്ചു കേരളത്തിലും കമ്മ്യൂണൽ ക്ലാഷ്. സെക്രട്ടേറിയറ്റ് നടയിൽ ക്രിസ്ത്യാനികൾ വേറെ യോഗം ചേരുന്നു. പാലായിൽ മുസ്ലിം സഹോദരന്മാർ വേറെ യോഗം ചേരുന്നു. വൈക്കത്ത് SNDP വേറെ യോഗം ചേരുന്നു. ചങ്ങനാശ്ശേരിയിൽ NSS വേറെ യോഗം ചേരുന്നു. മാനാഞ്ചിറയിൽ മുസ്ലിം മത നേതാക്കൾ ഒരുമിക്കുന്നു. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒലിവുമല പ്രഭാഷണത്തിനകത്ത് എൻ്റെ യേശു പറഞ്ഞു, ജാതി ജാതിയോടും. കോവിഡ് കാലത്ത് അകം തുറന്ന് എന്നെ കേൾക്കുന്ന മലയാളി സുഹൃത്തുക്കൾ, നേഷൻ ടു നേഷൻ, റിലീജിയൻ ടു റിലീജിയൻ, ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ്, ഇതെല്ലാം വരുന്നു. കമ്മ്യൂണൽ ക്ലാഷ് അന്ത്യകാലത്തിന്റെ ലക്ഷണം. യേശു എപ്പോൾ വരും? ജാതി ജാതിയോട്. അടുത്തത് വായിക്കാം. രാജ്യം രാജ്യത്തോടും എതിർക്കും. അതെ, നിക്കട്ടെ. രാജ്യം രാജ്യത്തോട്. ഇന്ന് ഞാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രാജ്യം രാജ്യത്തോട്. പഴയ കാലത്ത് ഇത് പ്രസംഗിച്ചാൽ നമ്മൾ വിഷമിക്കും. ആരാ, എന്തിനാ
സാമ്പത്തിക മാന്ദ്യം മൂലം താലിബാന്റെ കയ്യിൽ ഭരണം കൊടുത്തിട്ട് അമേരിക്ക ഗുഡ് ബൈ. 2 രാജ്യങ്ങൾ ഏത് സമയം അടികൂടാൻ നിൽക്കുക. ഒന്ന്, ഇസ്രായേൽ ഇറാന്റെ ആണവ അന്തർവാഹിനി കടലിൽ മുക്കിക്കളഞ്ഞു. 2, ഇറാന്റെ ആണവ നിലയം ഇസ്രായേൽ തകർത്തു. 3, ഇറാന്റെ ആണവ ഉപദേഷ്ടാവിനെ കൊന്നുകളഞ്ഞു കമ്പ്യൂട്ടർ വഴി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. തീർന്നില്ല, അവിടുത്തെ ഏറ്റവും നല്ല ബുദ്ധി ഉപദേശകന് 4 കുറ്റങ്ങളാ ഇപ്പൊ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് ഈ കോവിഡ് കാലത്ത്. 1, അവരുടെ ആണവ ഉപദേഷ്ടാവിന്. 2, മതകാര്യ നേതാവിന്. 3, ആണവ നിലയം. 4, ഇറാന്റെ അന്തർവാഹിനിയെ പസഫിക്ക് വെച്ച് തകർത്തു. രാജ്യത്തോട് തീർന്നില്ല. ഇതെല്ലാം കേൾക്കണം. യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിർത്തി വചനത്തോടൊപ്പം അപ്പുറത്ത് അമേരിക്ക തൈവാന്റെ വിഷയത്തിൽ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാ തൈവാൻ. അതിനെ പിടിച്ചടക്കിയാൽ ചൈനയ്ക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ നിവർത്തിക്കാം. അങ്ങനെയെങ്കിൽ തൈവാന്റെ വിഷയത്തിനകത്ത് അമേരിക്ക സഖ്യകക്ഷികളെ കൂട്ടുപിടിക്കുന്നു. ഇന്ത്യ ഒന്നും മിണ്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി മിസ്റ്റർ ജോ ബൈഡനുമായി ഒരു 3-4 ദിവസത്തെ പ്രഭാഷണമൊക്കെ നടത്തിയിട്ടാണ് വന്നേ. ഒരു പകുതി സമ്മതം ചൈനയ്ക്കെതിരെയും ഉണ്ട്. സ്വതന്ത്രം 4 രാഷ്ട്രങ്ങൾ അമേരിക്കയുടെ ഏറ്റവും വലിയ ഷിപ്പായ സബ്മറൈന് പസഫിക്കിനകത്ത് വെച്ച് മധ്യാരണ്യ കടലിൽ വെച്ച് ചൈന അറ്റാക്ക് ചെയ്തെന്ന് പറയുന്നു. അമേരിക്ക അത് പുറത്ത് പറയുന്നില്ല, നാണക്കേടാ. പക്ഷേ ഇതൊരു ഈറ്റുനോവിന്റെ ആരംഭമാ. ലോകം 2 ചേരിയിലേക്ക് നീങ്ങുന്നു. യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി. ഇനി തൈവാനിലേക്കെതിരെ ഒരാക്രമണമുണ്ടായാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു സഖ്യകക്ഷികൾ ആരെ അറ്റാക്ക് ചെയ്യും? ചൈനയെ അറ്റാക്ക് ചെയ്യും. ഇപ്പോൾ തന്നെ ചൈനയുടെ സിൽക്ക് പാത റെഡി. പലരും കുറ്റം പറയും, എന്താ ചൈനയുടെ സിൽക്ക് പാത? ചൈന, പാകിസ്ഥാൻ, അഫ്ഗാൻ, ഇറാൻ, ഇറാഖ്, യൂഫ്രട്ടീസ് ടൈഗ്രീസ് വഴി ലെബനോനിലെത്തിയാൽ ഇസ്രയേലിനെ ആക്രമിക്കാം. ഇതിന്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത. യൂഫ്രട്ടീസ് പറ്റാൻ പോന്നു. കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഓൺലൈനിൽ നിങ്ങൾ കണ്ടു. അട്ടാട്ടാർ ഡാം പണിയുന്നു തുർക്കി. ദാണ്ട് ഇതിനാ താലിബാൻ വന്നപ്പോൾ ചൈന കണ്ണടച്ചുകൊണ്ട് പിന്തുണ. താലിബാൻ ആരോ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ആക്രമണമാ വലുത്. അതുകൊണ്ട് ചൈനയുടെ സിൽക്ക് കൊറിഡോർ. ഒലിവമലയിൽ എൻ്റെ നാഥൻ പറഞ്ഞു, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിന്. നേഷൻ ടു നേഷൻ, റിലീജിയൻ ടു റിലീജിയൻ, കൺട്രി ടു കൺട്രി. കണ്ടില്ലേ? ഒരു സ്ഥലത്ത് ഇറാനും ഇസ്രയേലും, മറു സ്ഥലത്ത് അമേരിക്കയും ചൈനയും. നാം പാർക്കുന്ന ഇന്ത്യ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ കണ്ടില്ലേ? കരസേനയുടെ മേധാവിയും ബിപിൻ റാവത്തും ചൗധരിയും ചൈനക്കാരനോട് പറഞ്ഞു, മര്യാദയ്ക്ക് പോസ്റ്റ് മാറ്റിക്കോ, അല്ലെങ്കിൽ അടി ഉറപ്പ്. രാജ്യത്തോട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ? ജാതിയോടും രാജ്യത്തോടും. എത്ര ക്ലിയറായി. അടുത്ത വാക്യം വായിക്കാം. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. യേശു എപ്പോൾ വരും? മെക്സിക്കോയിൽ ഭൂകമ്പം കണ്ടില്ലേ? ഇന്തോനേഷ്യ കടലിനടി സുനാമി അടിക്കുക. ക്ഷാമം കണ്ടോ? ഇന്നത്തെ എണ്ണവില എത്രയായി? മലയാള സഹോദരങ്ങളോടാണ് ചോദിക്കുന്നത്. പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില സെഞ്ചുറിയായി. കഴിഞ്ഞ ദിവസം ഒരപ്പച്ചൻ പറഞ്ഞതുപോലെ, എൻ്റെ പ്രസംഗം കേൾക്കുന്ന ഒരപ്പച്ചൻ എന്നോട് പറഞ്ഞു, സാറേ പഴയ സൈക്കിളാ നല്ലത്, പക്ഷേ അതെല്ലാം വിറ്റുപോയല്ലോ. പെട്രോൾ വേണ്ട, ഡീസൽ വേണ്ട, ടാക്സ് വേണ്ട, ആരോഗ്യത്തിന് നല്ലതും സൈക്കിൾ. അങ്ങനെയെങ്കിൽ ഇന്ന് പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില ലോക വിപണിയിൽ കുതിക്കുന്നു. ക്ഷാമമുണ്ടാകും. എങ്ങനെയുള്ള ക്ഷാമമാ? ആഹാരം കിട്ടും, വില കൊടുക്കണം. വിലക്കയറ്റം അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാ. ലോകം ഒരുവന്റെ കയ്യിലേക്ക് പോകാൻ പോകുന്നു. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ്, ക്ഷാമമുണ്ടാകും. അരിക്ക് വില കൂടും, മെഡിസിന് വില കൂടും,
സവാളയ്ക്ക് വില കൂടും, ഇഞ്ചക്ഷന് വില കൂടും, ആശുപത്രി മരുന്നിന് വില കൂടും, മനുഷ്യൻ ഉപയോഗിക്കുന്ന സകല എണ്ണകൾക്കും വില കൂടും. ക്ഷാമം. അപ്പോൾ യേശു എപ്പോൾ മടങ്ങി വരും? പിതാവ് അനുവദിക്കുമ്പോൾ എൻ്റെ യേശു മടങ്ങി വരും. യേശു എപ്പോൾ മടങ്ങി വരും? കൊട്ടാരം ഒരുക്കിയിട്ട് മടങ്ങി വരും. യേശു എപ്പോൾ മടങ്ങി വരും? ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുമ്പോൾ യേശു മടങ്ങി വരും. യേശു എപ്പോൾ മടങ്ങി വരും? വിശുദ്ധ പ്രവാചകന്മാരാൽ രേഖപ്പെടുത്തിയ പ്രവചനങ്ങൾ മുഴുവൻ നിവർത്തിക്കുന്നത് വരെ സ്വർഗം അവനെ കൈക്കൊള്ളും. യേശു എപ്പോൾ വരും? ജാതി ജാതിയോട്, രാജ്യം രാജ്യത്തോട്, യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധി, അവിടെ കോവിഡ്. ഇത് ഈറ്റുനോവിന്റെ ആരംഭം. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിപ്പാനുള്ളത്. 5 കാര്യം ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ പറഞ്ഞു. 8 കാര്യങ്ങളാ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീർന്നില്ല മക്കളെ. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കിക്കൊണ്ട്, ഹല്ലേലൂയ, പട്ടണത്തെ ഇളക്കുന്ന ഇവനാർ, അത്യുന്നതന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഓ യഹൂദൻ വിളിച്ചു, ഹോശന്ന ഹോശന്ന. സായം സന്ധ്യയിൽ ഒലിവുമലയുടെ നിറകയിൽ ശിഷ്യന്മാരോട് പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോട്, ഹല്ലേലൂയ, യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധിയും കോവിഡും കണ്ട തലമുറയോട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ദാസനാ അക്കമിട്ട് പറയുന്നു, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായിരിക്കുന്നു. ഈ പ്രഭാഷണം കേൾക്കുന്നവരെ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അന്ത്യകാല പ്രഭാഷണ മക്കളെ അക്കമിട്ട് പറയുന്നത് ഇല്ല. യേശു എപ്പോൾ വരും? ഇസ്രയേൽ ഭാരമുള്ളൊരു കല്ലാകുമ്പോൾ എൻ്റെ യേശു വരും. ഇസ്രയേൽ ഭാരമുള്ളൊരു കല്ലായോ? എവിടെ കല്ലായി? വായിക്കുന്നു, ആരായി ഇസ്രയേൽ? ആദ്യം ഒരു പേര്, യാബോക്ക് കടവിൽ വെച്ച് യാക്കോബിന് കിട്ടിയ പേര് ഇസ്രയേൽ. പിന്നത്തതിൽ മോശയോടൊപ്പം മിസ്രൈമിൽ നിന്ന് അടിമത്തത്തിൽ വന്നപ്പോൾ അവർക്കൊരു പേര് കിട്ടി, ഇസ്രയേൽ ജനത. 1948 മെയ് മാസം 14-ാം തീയതി ഡേവിഡ് ബെൻഗൂറിയോൻ ഗോലാൻ കുന്നുകളിൽ കൊടി ഉയർത്തിയപ്പോൾ ഇസ്രയേൽ ഒരു രാജ്യമായി. എത്ര ക്ലിയർ പ്രവചനം! ഒരപ്പന് കിട്ടിയ പേര് ഇസ്രയേൽ, അത് പിന്നത്തതിൽ ഒരു ജാതിയായി, അത് പിന്നത്തതിൽ ഒരു രാജ്യമായി. 5 വൻകരകളിൽ മാറി മാറി ചിതറിക്കടന്ന യഹൂദൻ യഥാസ്ഥാനപ്പെട്ടു വരുമ്പോൾ ജെറുസലേമിന്റെ വിഷയത്തിൽ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവുണ്ടാകും. എന്താ ജെറുസലേമിന്റെ വിഷയത്തിൽ? 2018 ഡിസംബർ മാസം 6-ാം തീയതി ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി മാറ്റി. 200 കോടി ഇസ്ലാം ജനത നീറിക്കൊണ്ടിരിക്കുക ഇസ്രയേലിന്റെ വിഷയത്തിൽ. ഇത് പുറത്താരും പ്രസംഗിക്കത്തില്ല. തൻ്റെ ഇടത്തോടെ വചനവും ചരിത്രവും രാഷ്ട്രീയവും ഞാൻ ബേസ് ചെയ്യുന്നുണ്ട്. 200 കോടി ഇസ്ലാം ജനതയ്ക്കകത്ത് കാര്യം പിടികിട്ടി. അവൻ്റെ മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്ത അൽ-അഖ്സ താമസം വിന തകരും. അവൻ നീറിക്കൊണ്ടിരിക്കുക. അതാ ഭാരമുള്ള കല്ല്. ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഒരു ഭാരമുള്ള കല്ലായി ലോകം വരും. അതിന് തുടക്കം കുറിച്ചു. യേശു എപ്പോൾ മടങ്ങി വരും? കറക്റ്റായ വചന പ്രഭാഷണമാ. ഉണർവൽപ്പം കുറവെങ്കിലും നോട്ട് ചെയ്യണം. ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് ഞാൻ ഭാരമുള്ള കല്ലാക്കി വെക്കും. ഇപ്പൊ കണ്ടില്ലേ? അടുത്ത പ്രഭാഷണം ലവാർമിയിൽ വരുമ്പോൾ ഗാസയെ പറ്റി പ്രസംഗിക്കും. അപ്പോൾ കാര്യം പിടികിട്ടും. കഴിഞ്ഞ കോവിഡ് കാലത്ത് അഷ്കലോണിലും അഷ്തോദിലും യക്രോനിലും ലൂദിലും അതിനപ്പുറത്ത് ജെറുസലേമിൽ ലോക ചരിത്രത്തിൽ ആദ്യമായി പലസ്തീനിൽ നിന്ന് ഗസയിൽ നിന്ന് മിസൈൽ അടിച്ചു ജെറുസലേമിൽ കഴിഞ്ഞ കോവിഡ് കാലത്ത്. എന്തുകൊണ്ട് സജു ചാത്തൻ ഇത് പറയുന്നു? പണ്ട് ജെറുസലേമിൽ മിസൈൽ വന്നിട്ടില്ല. ടെൽ അവീവ് വരെ മാത്രമേ മിസൈൽ വരത്തുള്ളൂ. പക്ഷെ ഇറാന്റെ മിസൈല് ഈ ഇവരുടെ കയ്യിൽ കിട്ടി. ഗാസയ്ക്കകത്ത് ആരേല ഹമാസ്, അൽ-അഖ്സ ബ്രിഗേഡ്,
അവർ എവിടത്തേക്ക് അടിച്ചു? ജെറുസലേമിലേക്ക് അയച്ചു. ട്രംപ് ജെറുസലേമിന്റെ തലസ്ഥാനമാക്കിയപ്പോൾ ഈറ്റുനോവിന്റെ ആരംഭം തുടങ്ങി. തീർന്നില്ല. യേശു എപ്പോൾ വരും? ട്രംപ് വീണ്ടും ഒരു കാര്യം ചെയ്തു. കോൺസുലേറ്റ് അവിടെയാക്കി. എവിടെയാക്കി? ടെല്ലവീവിൽ നിന്ന് ജെറുസലേമിൽ. മോഡി സാറ് മാറ്റാൻ പോന്നു. തീർന്നില്ല. ട്രംപിന്റെ മരുമകളും മകനും അവിടെ സെറ്റിൽഡ് ജെറുസലേമിൽ. തീർന്നില്ല. ഇസ്രയേൽ ഒരു ജൂതരാഷ്ട്രമായി. യുണൈറ്റഡ് നേഷൻസിന് അവനെ പേടി, അമേരിക്കക്കാരനും പേടി, ലോകരാജ്യങ്ങൾക്കും അവനെ പേടി. ഒരപ്പനി തുടങ്ങി ജനതയായി, രാജ്യമായി. തീർന്നില്ല. അങ്ങനെ ഒരു സംഭവം ലോകത്തിൽ നടക്കുമോ? ജെറുസലേം ഒരു ഭാരമുള്ള കല്ലാകുമ്പോൾ എൻ്റെ യേശു മടങ്ങി വരും. എവിടെ തുടങ്ങി ഭാരമുള്ള കല്ല്? വായിക്കാം. സെക്കറിയ പ്രവചനം 12:1-2-3 വായിക്കാം. അന്നാളിൽ സെക്കറിയ പ്രവചനം 12:1-2-3 12-ാം അധ്യായം. പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. കണ്ടോ? ജെറുസലേമിനെ ഞാനൊരു പരിഭ്രമ പാത്രമാക്കും. ജോസഫ് ബ്രദറെ, പതിയെ പോകുന്ന കാര്യം ഇതാ, ജനം മനസ്സിലാക്കട്ടെ. ജെറുസലേം എപ്പോൾ പരിഭ്രമ പാത്രമായി? മക്കളെ, കാര്യം മനസ്സിലാക്കണം. 2018 ഡിസംബർ മാസം 16-ാം തീയതി, ഡിസംബർ മാസം 6-ാം തീയതി ട്രംപ് തലസ്ഥാനമാക്കിയപ്പോൾ സജു ചാത്തന്നൂർ പ്രസംഗിച്ചു തുടങ്ങി, ഇത് ഭാരമുള്ളൊരു കല്ലായി. തീർന്നില്ല. ജെറുസലേം എപ്പോഴ് ഭാരമുള്ളൊരു കല്ലായി? 2019 മെയ് 14-ാം തീയതി ഇസ്രയേൽ സ്വാതന്ത്ര്യം കിട്ടിയ 70-ാമത്തെ വാർഷികത്തിൽ ട്രംപിന്റെ മരുമകളും മോനും കൂടെ കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്തപ്പോൾ, മകളും മരുമകനോട് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഭാരമുള്ള കല്ലായി. ജൂലൈ 31-ാം തീയതി UN പറഞ്ഞു, രാഷ്ട്രമായി ഭാരമുള്ള കല്ലായി. കോവിഡ് കാലത്ത് ഹമാസിന്റെ അറ്റാക്ക് ജെറുസലേമിൽ വന്നപ്പോൾ അവൻ ഭാരമുള്ള കല്ലായി. അങ്ങനെയെങ്കിൽ താമസം വിന വരാൻ പോകുന്ന ഏകലോക ഭരണത്തിനകത്ത് എതിർ ക്രിസ്തുവിന്റെ മേലങ്കിയോടുകൂടി അൽ-അഖ്സ മോസ്ക് അവിടെ തകർക്കപ്പെടും, ഇല്ലാതാകും. അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ലോക മുസ്ലിം ജനത ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി എഴുന്നേൽക്ക്. ഭാരമുള്ള കല്ല്. അടുത്ത വാക്യം വായിച്ചാട്ടെ. സകല ജാതികളും. അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലായി വെക്കും. അടുത്തത്, അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഒരു യുദ്ധം ഇസ്രായേലിന്റെ വിഷയത്തിൽ. അടുത്തത്, ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. അതാ താലിബാൻ. ഭൂമിയിലെ സകല ജാതികളും, IS, താലിബാൻ, ഇസ്ലാമിക ജിഹാദ്, ചൈനയുടെ സിൽക്ക് പാത, റഷ്യ അടക്കം ഇസ്രയേലിനെ ആക്രമിക്കുവാൻ വരും. ആ യുദ്ധത്തിന്റെ പേരാ ഇസ്രയേൽ റഷ്യ യുദ്ധം. എന്നാൽ ഇന്ന് പകൽ, ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, ഇതെല്ലാം കാണുമ്പോൾ റഷ്യ ഇസ്രയേൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം നടക്കും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. എൻ്റെ യേശു എപ്പോൾ മടങ്ങി വരും? ഇത്രയും കറങ്ങി പ്രസംഗിക്കുന്നത് എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ പറ്റിയാ. ഏകദേശം 6 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. 3 കാര്യങ്ങൾ കൂടി പറയുമ്പോൾ 9 കാര്യം പറയും. യോഗ്യതയും പറയുമ്പോൾ പ്രഭാഷണം അവസാനിക്കും. 1, പിതാവ് അനുവദിക്കുമ്പോൾ. 2, വീടിന്റെ പണി പൂർത്തിയാകുമ്പോൾ. 3, ജാതികളുടെ പൂർണ്ണസംഖ്യ. 4, പ്രവാചകന്മാർ എഴുതിയ പ്രവചനം. 5, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും. 6, പ്രിയ മക്കള്, ജെറുസലേം ഭാരമുള്ള കല്ലാകും. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ എങ്ങനെ വളർന്നു? മോശയോട് ദൈവം പറഞ്ഞു. 2500 കൊല്ലം മുമ്പ് മോശയോട് ദൈവം പറഞ്ഞ ആവർത്തന പുസ്തകം 28, എൻ്റെ ജനം എൻ്റെ പ്ലാൻ വിട്ട്, പദ്ധതി വിട്ട് പോയി കഴിഞ്ഞാൽ അവരെ ലോക ജാതികളുടെ ഇടയിൽ ചിതറിക്കും. AD 65 മുതൽ AD 35 മുതൽ യഹൂദന്റെ ചിതറക്കം. AD 70 പൂർണ്ണമായി ചിതറി. AD 135 കേക്കട, ഇതാ പ്രവചനം. AD 135
എന്താ പറഞ്ഞത്? ഇസ്രായേൽ ഒരു രാജ്യമല്ല, വെട്ടിക്കളഞ്ഞു റോം. പക്ഷേ കാൽവറിയുടെ കൊലക്കളത്തിൽ പീലാത്തോസ് പറഞ്ഞു, ന്യായമായും ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. യഹൂദ പരീക്ഷകൾ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്ക. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. ലോകത്തിന്റെ 5 വൻകരകളിൽ 117 രാഷ്ട്രങ്ങളിൽ ചിതറിയ യഹൂദ മടങ്ങി വരുമെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ 2ാം ലോകമഹായുദ്ധത്തിൽ ലോകമേ, 1ാം ലോകമഹായുദ്ധത്തിൽ യഹൂദൻ എന്ത് കിട്ടി? ഒരു അത്തിച്ചെടി കിട്ടി. 2ാം ലോകമഹായുദ്ധത്തിൽ അവന് രാജ്യം കിട്ടി. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. മൂളിയ സ്ഥലം. മക്കളെ, അടുത്തതെന്താ? മൂങ്ങ മൂളിയത് മാത്രമല്ല, കുറുക്കൻ ഓലിയിട്ട സ്ഥലം, അറബി ഒട്ടകത്തിൽ കയറിയ സ്ഥലം, ഇരുട്ടായിരുന്ന ഇസ്രയേലിൽ ദൈവം അനുഗ്രഹം കൊടുത്തു. പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് ദൈവജനം മടങ്ങി വന്നപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചോ? എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ബൈബിളിന്റെ പ്രവചനമുണ്ടോ? ഇസ്രായേലിനെ ദൈവം അനുഗ്രഹിക്കുക. യോസഫൂട്ടി വായിര് യെഹെസ്കേൽ പ്രവചനം 36:8. ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെടുമോ? വായിക്കാം. നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ, ഇസ്രായേൽ പർവ്വതങ്ങളെ, എന്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കൊണ്ട്. യെഹെസ്കേലിനോട് യേശു പറയുക, അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ. പക്ഷെ യേശു ഉരുവാകുന്നതിന് 600 കൊല്ലം മുമ്പ്, 650 കൊല്ലമാ. ഭക്തനായ യെഹെസ്കേൽ എവിടെ? കേബാർ നദീതീരത്ത് അന്ത്യകാല പ്രവചന ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ സ്വർഗം പറയുക, നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ. അടുത്ത വാക്ക്, എന്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കൊണ്ട്. എന്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കുന്നത് കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പീൻ. ഇസ്രായേൽ ജനം മടങ്ങി വരുമ്പോൾ കൊമ്പുകളെ നീട്ടി ഫലം കായ്ക്കാൻ എന്റെ ജനം മടങ്ങി വരുമ്പോൾ. എന്തുകൊണ്ട് സജു ചാത്തന്റെ ഒരു ഇത് പറയുന്നു? ഇന്ന് ഏറ്റവും നല്ല ഫലവൃക്ഷങ്ങൾ ഇസ്രായേലിൽ, കേരളത്തിലെ ഒരു പശുവിന് 20 ലിറ്റർ പാല് കിട്ടുമെങ്കിൽ ഇസ്രായേലിൽ ഒരു പശുവിന് 40 ലിറ്റർ പാല് കിട്ടും. ഏറ്റവും കൂടുതൽ പാലിന്റെ അംശം ഇസ്രായേലിലെ 4 തക്കാളി ഒരു തട്ടിനകത്ത് എടുത്തു വെച്ചാൽ 1 കിലോ ആകും. കേരളത്തിൽ 20 തക്കാളിയും 100 ഗ്രാം പടിയും കൂടെ ത്രാസിനകത്ത് വെച്ചെങ്കിലേ 1 കിലോ തക്കാളി ആകത്തുള്ളൂ. തീർന്നില്ല. കാലേബും യോശുവായും കനാനിൽ കടന്നപ്പോൾ അവർ മുന്തിരിക്കൊല കൈക്കകത്തല്ല കമ്പിനകത്ത് കെട്ടിക്കൊണ്ടുപോയി. അതാ വാഗ്ദത്ത കനാൻ. ഇസ്രയേലിൽ ഒരു വാഴക്കൊല 200, ഒരു മുന്തിരിക്കൊല കമ്പിനകത്ത് കെട്ടണം. കണ്ടോ ഇസ്രയേൽ പർവ്വതങ്ങള്? എന്റെ ജനം മടങ്ങി വരുന്നത് കൊണ്ട് കൊമ്പുകളെ നീട്ടി ഫലം കായ്പാൻ. ഇസ്രയേലിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും, എത്ര അറ്റാക്ക് വന്നാലും നല്ല ഫലം എവിടെ? അവക്കാട, നല്ല ഓറഞ്ച്, നല്ല ബീറ്റ്റൂട്ട്, നല്ല ക്യാരറ്റ്, ഏത് സാധനവും, അത്തിപ്പഴം, ഇതെല്ലാം ഇസ്രായേലിനെ എക്സ്പോർട്ട് ചെയ്യുന്നു. തീർന്നില്ല. ലോകത്തിലെ ഏറ്റവും നല്ല ഫലങ്ങൾ എന്താ ഫലം? ഏറ്റവും നല്ല പൂവുകൾ. ഇസ്രായേലിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ പൂവുകൾ മല രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. മൂങ്ങ ഓലിയിട്ടത്, കുറുക്കൻ നിലവിളിച്ചത്, പാടും ശൂന്യമായി കിടന്ന പ്രദേശം, അറബി ഒട്ടകത്തെ കെട്ടിയ സ്ഥലം, അത്തി തളിർക്കും. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. ഏകദേശം 90 ലക്ഷം ജനങ്ങളുള്ള ഇസ്രായേൽ ലോകത്തിന്റെ മധ്യപകുതിയിൽ ഇന്നാരെ കാണുന്നു? അവൻ അനുഗ്രഹിക്കപ്പെട്ടു തുടങ്ങി. യേശു എപ്പോൾ മടങ്ങി വരും? അത്തി തളിർത്ത് കൊമ്പിളതാകുമ്പോൾ. വൈക്കം ജോസഫ് കുട്ടി അടുത്ത വാക്യം, അവരുടെ ഫലം എവിടെ? ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെടുമെന്ന പ്രവചനം. കേരളം അനുഗ്രഹിക്കപ്പെടുമെന്ന് ബൈബിളിൽ ഒരു പ്രവചനമുണ്ടോ? ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഇവിടെ അനുഗ്രഹം ഇവിടുന്ന് ഇവിടില്ല. ഇവിടെ ഇപ്പം ജിഹാദും മയക്കുമരുന്ന് കച്ചവടവും, വേറെ ഒന്നും കേരളത്തിലില്ല.
കേരളം അനുഗ്രഹിക്കപ്പെടുമെന്ന് ഈ ബൈബിളിനകത്തൊരു പ്രവചനം ഉണ്ടായിരുന്നെങ്കിൽ ഇസ്രായേലിലെ കൊല പോലെ 20 കിലോയ്ക്ക് പകരം 40 കിലോ കൊല കിട്ടിയെന്ന്. സ്വോത്രം. ഇവിടെ മുന്തിരിയും കായ്ച്ചേന്, അത്തിയും കായ്ച്ചേന്. ഇതാ യഗസ്കേൽ, എന്റെ ജനം മടങ്ങി വരുന്നത് കൊണ്ട് കൊമ്പുകൾ നീട്ടി ഫലം കായ്പീൻ. അത്തിച്ചെടി കുഴിച്ചു വെച്ചു, അതിന്റെ കൊമ്പിളതാകാൻ കാലമായി. എന്റെ പ്രിയ മക്കളെ, യേശു എപ്പോൾ മടങ്ങി വരും? അത്തിയാകുന്ന ഇസ്രായേൽ തളിർക്കുമ്പോൾ. എത്ര ക്ലിയറായി ദൈവവചനം വായിച്ചോണം. അടുത്തത് അവന്റെ കടലിന്റെ സമ്പത്ത്. അതുകൂടെ ദൈവവചനം മനസ്സിലാക്കട്ടെ. ഇംഗ്ലീഷുകാർ കയറി കോളനി വാഴ്ച നടത്തി. നെബൂഖദ്നേസർ ബാക്കി സാമ്രാജ്യങ്ങൾ അവിടെ എല്ലാം നോക്കി, കടലിൽ നിന്നൊന്നും കിട്ടിയില്ല. പക്ഷെ അവന്റെ കടലിന്റെ സമ്പത്ത്. അബ്രഹാമിന്റെ കൂടെ നടന്ന ഒരുത്തനുണ്ടായിരുന്നു, ലോത്ത്, സഹോദരപുത്രൻ. ന്യായവിധി എവിടെ ഇറങ്ങി? സോദോമിൽ ഇറങ്ങി. ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും അടിച്ചു. അതെവിടേക്ക് പോയി? ചാവുകടലിൽ. ചാവുകടലിൽ എന്തോണ്ട്? പ്ലൂട്ടോണിയം, തോറിയം, മഗ്നീഷ്യം, ലിഥിയം, ഇതെല്ലാം ചാവുകടലിലുണ്ട്. ഇതിനെ വെച്ചാ റഷ്യ ആക്രമിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷുകാർ കോളനി വാഴ്ച നടത്തിയിട്ടും ഇത് കിട്ടിയില്ല. പക്ഷെ യഹൂദൻ മടങ്ങി വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ഗുപ്തമായത് ചാവുകടലിനകത്ത് ദൈവം അവന് വേണ്ടി ഒരുക്കി വെച്ചു. ബൈബിളിനകത്തുണ്ടോ? അത്തി തളിർക്കും, കൊമ്പിള്ളതാകും, വേനലെടുക്ക്. യെശയ്യാ പ്രവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, യഹൂദൻ മടങ്ങി വരുന്നതിന് 2700 കൊല്ലം മുമ്പ് ആറ്റമിക് വെപ്പൺ ഉണ്ടാക്കാനുള്ള സകല കാര്യങ്ങൾ ഇസ്രയേലിന്റെ കയ്യിലുണ്ട്. വായിക്കാം യെശയ്യാ പ്രവചനം അതിന്റെ 60-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിച്ചാട്ട്. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 5-ാമത്തെ വാക്യം. അപ്പോൾ നീ കണ്ടു ശോഭിക്കും, നിന്റെ കണ്ണ് ശോഭിക്കും. അടുത്തത്, നിന്റെ ഹൃദയം